വേഗം വരുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ക്രിസ്ത്യാനികളെ നശിപ്പിക്കാനായി സ്വയം സമർപ്പിച്ച് യാത്ര തിരിച്ച ശൗൽ ക്രിസ്തുവിനാൽ പിടിക്കപ്പെട്ട് ക്രിസ്ത്യാനിയായി. ശൗൽ പൗലോസായി. തുടർന്ന് തൻ്റെ വിശ്വാസയാത്രയിൽ പലവിധമായ കഷ്ടതകളിൽ കൂടി കടന്നു പോകേണ്ടി വന്നു. ഒടുക്കം റോമിൽ കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടു. കാരാഗ്രഹവാസം പൗലോസിനെ നിരാശനാക്കിയില്ല. കാരാഗ്രഹത്തിലും ദൈവശക്തി അനുഭവിച്ച പൗലോസ് പറഞ്ഞു, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവും ആകുന്നു എന്ന്. ഫിലിപ്പിയർ 1:21. വീണ്ടും പൗലോസ് പറയുന്നു, കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ ദൈവത്തോട് അറിയിക്കുകയത്രേ വേണ്ടത്. ഫിലിപ്പിയർ 4:4-6. വിചാരപ്പെടുക എന്നത് മനുഷ്യ സ്വഭാവം ആണ്. എന്നാൽ എല്ലാറ്റിനും വിചാരപ്പെടുന്നത് നമ്മെ രോഗിയായി മാറ്റും. വിചാരപ്പെടലിനെ ഒരു യാഥാർത്ഥ്യമായി കണ്ട് അതിനെതിരെ പോരാടുവാൻ തയ്യാറാവുമ്പോൾ വിചാരപ്പെടൽ നമ്മെ വിട്ട് ഓടിപ്പോകും. മത്തായി 6:25 കർത്താവ് പറയുന്നത്, എന്തു തിന്നും എന്തു കുടിക്കും എന്ന് ജീവനായിക്കൊണ്ടും എന്ത് ഉടുക്കും എന്ന് ശരീരത്തിനായിക്കൊണ്ടും വിചാരപ്പെടരുത്. 6:34 കർത്താവ് പറയുന്നത്, നാളേക്കായി വിചാരപ്പെടരുത്. 6:27 കർത്താവ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, വിചാരപ്പെടുന്നതിനാൽ നിന്റെ നീളത്തോട് ഒരു മുഴം കുറ്റുവാൻ നിങ്ങളിൽ ആർക്ക് കഴിയും? അതെ, ഒരിക്കലും ആർക്കും കഴിയില്ല. വിചാരപ്പെടരുത് എന്ന് പറയുവാൻ കാരണം എന്ത്? മത്തായി 6:26 മുതലുള്ള വാക്യങ്ങളിൽ ഇതിന് ഉത്തരമുണ്ട്. ആകാശത്തിലെ പറവകൾ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ കൂട്ടിവയ്ക്കുന്നതുമില്ല, എങ്കിലും സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് അവയെ പുലർത്തുന്നു. അവയേക്കാൾ നിങ്ങൾ ഏറ്റവും വിശേഷതയുള്ളവരാണ്. അതാ കർത്താവ് പറയുന്നത്. ഇന്ന് ഉള്ളതും നാളെ അടുപ്പിൽ ഇടുന്നതുമായി പുല്ലിനെ ചമയിക്കുന്ന ദൈവം നമ്മെ എത്രയധികമായി ചമയിക്കും. അധ്വാനിക്കുകയോ നൂൽക്കുകയോ ചെയ്യാത്ത താമരയെ ചമയിക്കുന്ന ദൈവം നമ്മെയും ചമയിക്കും. ഇവയേക്കാൾ എല്ലാം അധികമായി നമ്മെ കരുതുന്ന, പരിപാലിക്കുന്ന, ചമയിക്കുന്ന ഒരു ദൈവം നമുക്ക് ഉള്ളപ്പോൾ എന്തിന് വിചാരപ്പെടണം? പത്രോസ് അപ്പോസ്തലൻ പറയുന്നത്, അവൻ നമുക്ക് വേണ്ടി കരുതുന്നു എന്നാണ്. 1 പത്രോസ് 5:7. ഈ ലേഖനം എഴുതിയത് AD 64 ചേർന്നാണ്. ഈ കാലഘട്ടത്തിൽ റോമ ചക്രവർത്തിയായ നീറോയുടെ കീഴിൽ സഭയ്ക്ക് വലിയ പീഡനം ഉണ്ടായി. റോമ സാമ്രാജ്യം മുഴുവൻ ക്രിസ്ത്യാനികൾ തങ്ങളുടെ വിശ്വാസത്തിന് വേണ്ടി പീഡിപ്പിക്കപ്പെടുകയും വധിക്കപ്പെടുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പത്രോസ് സഭയോട് പറയുന്നത്, നിങ്ങൾക്ക് ചിന്താകുലവും വേദനയും നിരാശയും ഉണ്ട്, എന്നാൽ അവയെ ചുമന്ന് വിഷമിക്കേണ്ടതില്ല. നമുക്കായി കരുതുന്ന ഒരു കർത്താവ് ഉണ്ട്. അവൻ്റെ മേൽ സകല ചിന്താകുലങ്ങളെയും പ്രശ്നങ്ങളെയും ഇട്ടുകൊള്ളുക. നാം വഹിക്കുന്ന ചുമട് ഏറ്റെടുത്ത് നമ്മെ സഹായിപ്പാൻ ആരെങ്കിലും കൂടെ ഉണ്ടെങ്കിൽ എത്ര ആശ്വാസമാണ് നമുക്ക് ലഭിക്കുന്നത്. നമ്മുടെ സകല കഷ്ടങ്ങളുടെയും പ്രയാസങ്ങളുടെയും അവസരങ്ങളിൽ ചോദിക്കുന്നൊരു ചോദ്യമാണ്, ദൈവമേ, നീ എന്നെ മറന്നുവോ? ഈ ചോദ്യം തന്നെ സങ്കീർത്തനം 77:9 ആസാഫ് ചോദിക്കുന്നുണ്ട്, ദൈവം കൃപ കാണിപ്പാൻ മറന്നുവോ? യെശയ്യാപ്രവാചകൻ ഇതിന് നൽകുന്ന മറുപടി, ഒരു സ്ത്രീ തൻ്റെ കുഞ്ഞിനെ മറക്കുമോ? താൻ പ്രസവിച്ച് മകനോട് കരുണ തോന്നാതിരിക്കുമോ? അവർ മറന്നു കളഞ്ഞാലും ഞാൻ നിന്നെ മറക്കയില്ല. ഇതാ, ഞാൻ നിന്നെ എൻ്റെ ഉള്ളം കയ്യിൽ വരച്ചിരിക്കുന്നു. യെശയ്യാവ് 49:15-16 വാക്യങ്ങൾ. നമുക്കുണ്ടാകുന്ന കഷ്ടതകളിലും പ്രയാസങ്ങളിലും നാം ഒഴിഞ്ഞ പാത്രമായി തീരുന്നത് ദൈവകൃപയാൽ നിറയുവാനാണ്. യോസേഫിന് ലഭിച്ച പട്ടക്കിണറും കാരാഗ്രഹവാസവും എല്ലാം വരുവാനുള്ള വലിയ ക്ഷാമത്തിൽ ഇസ്രായേലിനെ പോറ്റി പുലർത്തുവാനുള്ള ദൈവിക പദ്ധതി ആയിരുന്നു. ജോസഫ് ഒഴിഞ്ഞ പാത്രമായി തീർന്നപ്പോൾ ദൈവകൃപയാൽ താൻ നിറയപ്പെട്ടു. നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങൾ നേരിടുമ്പോൾ ദൈവിക കരുതലിനെപ്പറ്റി നാം സംശയാലുക്കൾ ആകും. ചില അവസരങ്ങളിൽ യാതൊരു കൈത്താങ്ങലും ലഭിക്കുന്നില്ലല്ലോ എന്ന് തോന്നും. അതോർത്ത് നാം വിചാരപ്പെടേണ്ടതില്ല. നമ്മെ താങ്ങുന്ന ഒരു ദൈവം ഉണ്ട്. അവൻ മാറാത്തവനാണ്.
അവൻ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ ആകുന്നു. അതുകൊണ്ടാണ് മഹേശ കരുണേശ സ്വർഗദാത നീ എനിക്കായി വേണ്ടതെല്ലാം ദയാ തോന്നി നൽകുമ്പോൾ എൻ്റെ ദേഹിവൃത കലങ്ങുന്നതെന്തിനായി, എൻ്റെ ദേഹിവൃത കലങ്ങുന്നതെന്തിനായി. എൻ്റെ ദൈവം മഹത്വത്തിൽ ആദ്രവാനായി ജീവിക്കുമ്പോൾ സാധു ഞാനീശോനി തന്നിൽ ക്ലേശിപ്പാൻ ഏതും കാര്യമില്ലെന്നെൻ്റെ ഉള്ളം ചൊല്ലുന്നു. അതെ, നമുക്കായി കരുതുന്ന ഒരു കർത്താവ് സ്വർഗത്തിൽ ഉണ്ട്. പിന്നെ നാം എന്തിന് ഭാരം ചുമന്ന് നിരാശപ്പെടുന്നു? കർത്താവേ, എൻ്റെ സകല ഭാരങ്ങളെയും വേദനകളെയും തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. ആമേൻ.